ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങൾക്ക് എക്സാമിനുള്ള പൊളിറ്റിക്കൽ തിയറിയുടെ പോർഷൻ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കി, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് പ്രധാനമായിട്ട് 5 ഫങ്ഷൻസ് ഉണ്ട്. സോ ആ 5 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നോക്കുമ്പോൾ പ്രൊവിഷൻസ് അഡോപ്റ്റഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ കാണാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 1 വേർഡ്സ് ആണ് സ്ഥിരം ചോദിക്കാറുള്ളത്. ഓക്കെ, മീൻസ് വേറെ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ കാനഡയിൽ നിന്നും ഒക്കെ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണ്ടി 8 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ DPSP എന്ന് പറയുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി തേർഡ് ചാപ്റ്റർ വരുമ്പോൾ FPTPയും PR എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റവും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ് PR എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഈ FPTPയും അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെയും പറ്റിയിട്ടും കമ്പാരിസൺ എഴുതാൻ ചോദിക്കാറുണ്ട് ഒരു 4-5 മാർക്കിനൊക്കെ. സോ അത് നിങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി വരുന്നതാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇലക്ടറൽ റിഫോംസ്. അതായത് ആ ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ഒരു ഭാഗമാണ് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് റിഫോംസ്, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് വൈ ഇന്ത്യ അഡോപ്റ്റഡ് FPTP. ഇന്ത്യ എന്തുകൊണ്ടാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ സമ്പ്രദായം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്, ഇന്ത്യ എന്തുകൊണ്ടത് സ്വീകരിച്ചു. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി, ഒരു 4 മാർക്കിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വരുന്നതാണ് നാലാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. 5 മാർക്കാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റോ പവർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടല്ലോ. സോ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകും. ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഒരു 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 8 പോയിൻറ്റ്സും എക്സ്പ്ലനേഷനുമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി 5 മീൻസ് ഒരു 8 മാർക്കിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും തന്നെ ആ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യരുത്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബിൽ അല്ലെങ്കിൽ മീൻസ് ലോ മേക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്, ബില്ല് എങ്ങനെയാണ് ഒരു ലോ ആയിട്ട് മാറുന്നത് എന്നുള്ളത് 5 മാർക്കിന് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ പോവുക. ഇത് ആരും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത് കേട്ടോ. കാരണം ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധിയെ കുറിച്ചിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട് ഒരു 5-6 മാർക്കിന്. അപ്പിലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിന്റ്സ് വരുന്നത്. സോ അതെല്ലാം കൃത്യം എക്സ്പ്ലനേഷൻ സഹിതം പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ പാഠത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യാസ് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് അതിനകത്തൊരു പോർഷൻ ഉണ്ട്. സോ 8 മാർക്കിന് ചോദിക്കും. എവിടെ മനസ്സിലാക്കുക, എവിടെ ഒരു 4 സബ് ടോപ്പിക്സ് ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇതിനെ പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇതൊരു 8 മാർക്ക് എസ്സേക്ക് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിനൊക്കെ ഈ ഒരു പോർഷൻ എസ്സേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും 73rd 74th അമെൻമെൻറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് എസ്സേക്കും ചോദിക്കുന്നത്. ഇനി എസ്സേക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 5-6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കുന്നതാണ്. ഇത് രണ്ടുമായിട്ട് ചേർത്ത് ചോദിക്കാം, ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ ഏത് വിധേനയായാലും ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. സോ എന്തായാലും എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുമ്പോൾ ഹൗ ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഭേദഗതിപ്പെടുത്താം, അമെൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മെത്തേഡ്സ് പറയുന്നുണ്ട്. സിമ്പിൾ മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക.
പിന്നെ 10ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫിലോസഫി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫീനെ പറ്റിയിട്ട് ഒരു 10 സബ് ടോപ്പിക്സ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആ ചാപ്റ്ററിലുള്ള ആകെപ്പാടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു എസ്സേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പബ്ലിക് എക്സാമിന് വരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോ അതെല്ലാവരും കൃത്യമായിട്ട് തന്നെ ആ ഒരു എസ്സേ ടോപ്പിക്ക് കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ 10 ചാപ്റ്റേഴ്സ് നോക്കിയത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ തിയറി വരുന്നുണ്ടല്ലോ, അതിനകത്ത് നിന്നുള്ളത് 11 മുതൽ 15 ചാപ്റ്റേഴ്സ് വരെയാണുള്ളത്. സോ നമുക്ക് നോക്കാം. 11ാമത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതാണ് എന്താണ് പൊളിറ്റിക്കൽ തിയറി. ഒരു 3-4 മാർക്കിനൊക്കെ അങ്ങനെ ചോദിക്കാം എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ളത്. സോ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക, ഡെഫിനീഷൻ. ഇനി 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്രീഡം ആണ്. സോ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫ്രീഡം എന്താണെന്നുള്ളത് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാം പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മുടെ ഹാം പ്രിൻസിപ്പിൾ 4 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ എല്ലാവരും അത് നോക്കിയിട്ട് പോവുക. ഈ ഹാം പ്രിൻസിപ്പിളിനകത്താണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും അതർ റിഗാർഡിങ് ആക്ഷൻസ് ഒക്കെ വരുന്നത്. സോ അതെല്ലാം കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകണേ. ഇനി നമുക്ക് 13ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി. നമ്മുടെ ഇക്വാളിറ്റിയുടെ 3 ഡയമെൻഷൻസ് പഠിക്കുന്നുണ്ട്. സോ അതൊരു 5 അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാൻ എസ്സേ ലെവലിൽ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് 3 ഡയമെൻഷൻസ്. ഇനി അടുത്ത് വരുന്ന ഒരു ചോദ്യമാണ് ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാളിറ്റി. നമുക്ക് എങ്ങനെ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അതും ഒരു 5-8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വരുന്നതാണ് 14ാമത്തെ ചാപ്റ്റർ. അതിനകത്ത് നോക്കിക്കോളൂ, പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, നമ്മുടെ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. സോ 5 മാർക്കിന് അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷോർട്ട് എസ്സേ ചോദ്യമാണ് ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾ ഇൻ്റലിജൻസ് ഒക്കെ എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു തിയറിയാണ്. സോ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഈ ഒരു തിയറി പഠിച്ചിട്ട് പോവുക, ജോൺ റോൾസിൻ്റെ. ഇനി നോക്കൂ, നമ്മുടെ 15ാമത്തെ ചാപ്റ്റർ, അതിനകത്ത് നിന്ന് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ് ഏതൊക്കെയാണ്, മീൻസ് പലതരത്തിലുള്ള അവകാശങ്ങൾ, റൈറ്റ്സ് ഏതൊക്കെയാണ്, പൊളിറ്റിക്കൽ റൈറ്റ്, എക്കണോമിക് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ 4 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡ് സെക്ഷനിലൊക്കെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ 15 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ 1 വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഷോർട്ട് എസ്സേയും മാത്രമാണ് ഫോക്കസ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ എടുക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ആദ്യം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും. എന്നിട്ട് മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങളിലോട്ട് പോവുക. ഇത് വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന് പുറമെ 1 വേർഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം നിങ്ങൾ ഇതിന് ശേഷം വേണം എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.